ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ ഇരിക്കുന്ന പലരും കേട്ട് മടുത്ത കാര്യമായിരിക്കും. പക്ഷേ അതൊരു ഗുരുദക്ഷിണ എന്ന രീതിയിൽ ഞാനിങ്ങനെ ആധ്യാത്മിക പരിപാടികളിൽ പറയുന്നതാണ്. ഞാനൊരു ഋഷിതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശിഷ്യനാണ്, ശ്രീ ഒ രാജഗോപാൽ. അദ്ദേഹം മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു. ഓമന പേര് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ. അന്നൊരു സംഭവമുണ്ടായി. ഒരു ആചാര്യൻ വരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വേറൊരു മതത്തിൽപ്പെട്ട ആചാര്യനാണ്, മുസ്ലിം മതത്തിൽപ്പെട്ട ആചാര്യൻ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിലുണ്ടാകുന്ന വെപ്രാളങ്ങളും ഭാവവ്യത്യാസങ്ങളും അദ്ദേഹം ഓടി നടക്കുന്നതുമെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നു. ആചാര്യൻ വന്നു, വളരെയധികം വലിയ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, രാജേട്ട എന്ത് സംഭവിച്ചു? അപ്പോൾ ജീവിതത്തിൽ മറക്കില്ലാത്ത 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഏത് മതത്തിലായാലും ആചാര്യന്മാർ ദൈവം നിശ്ചയിക്കാതെ ഉണ്ടാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നിശ്ചയിക്കാതെ ആചാര്യന്മാരുണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആചാര്യന്മാരെ ബഹുമാനിക്കണം, കാരണം അവരെ ദൈവം നിശ്ചയിച്ചതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾക്ക് നന്മ കിട്ടും. അതുകൊണ്ട് ഞാൻ പിതാവേ അങ്ങയോട് പറയുകയാണ്, പോളികാർപ്പസ് പിതാവിനോട് പറയുകയാണ്, ഇന്ന് അങ്ങൊരു ആചാര്യനായിരിക്കുന്നു. അങ്ങയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. അങ്ങയുടെ നന്മ മനുഷ്യരിലേക്ക് വരും. അതുകൊണ്ട് ഞാനത് ഓർക്കുകയാണ്. ആചാര്യന്മാർ വെറുതെ സൃഷ്ടിക്കപ്പെടില്ല, അത് ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ തീരുമാനമാണ്. അവരെ ബഹുമാനിക്കണം, അവരുടെ അനുഗ്രഹം വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം. മറ്റൊരു കാര്യം പറഞ്ഞു, എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണത് പിടികിട്ടിയത്. അദ്ദേഹം പറഞ്ഞത്, ദൈവവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം, അത് ദൈവാരാധനയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടില്ല. അദ്ദേഹം പറയുന്നു, എന്നോട് പറഞ്ഞത്, എല്ലാവരും എൻ്റെ ദൈവമെന്ന് പറയുന്നു, വ്യത്യസ്ത പേരുകൾ വിളിച്ച് പറയുന്നു, പക്ഷേ എല്ലാവരും പറയുന്നു ഒരു ദൈവമേ ഉള്ളൂ എന്നെല്ലാവരും പറയുന്നു. അപ്പോൾ നിൻ്റെ ആയാലും എൻ്റെ ആയാലും മറ്റൊരാളുടെ ആയാലും ഒരു ദൈവമല്ലേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മക്കളല്ലേ മക്കൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കഴിയുന്നത് കാണുമ്പോൾ ഏത് പിതാവിനാണ് സന്തോഷമുണ്ടാകാത്തത്? ദൈവപ്രീതിക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ദൈവവിശ്വാസികൾ ദൈവപ്രീതി ഉണ്ടാകും. അതൊരു ദൈവാരാധനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ആധ്യാത്മികതയെ പറ്റി പറയുന്ന അവസരത്തിൽ അത് എനിക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇഗ്നാത്യോസ് പിതാവിനോട് പറയാനുള്ളത്, അങ്ങൊരു ധാരണ മാറ്റി, അച്ചായനായാൽ 2 പെഗ് അടിക്കണം എന്നുള്ള ധാരണ അന്ന് സമൂഹത്തിൽ അങ്ങ് മാറ്റി ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് അങ്ങനെയാണ്. മദ്യവർജനത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച ആ നിമിഷങ്ങൾ, അതുപോലെ തന്നെ അങ്ങയുടെ നേതൃത്വം KCBC-യിലായാലും അതുപോലെയുള്ള സംഘടനാ രംഗത്തായാലും അങ്ങയുടെ ആ സേവനത്തെ ഞാൻ സ്മരിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു മഹത്തായിട്ടുള്ള ആ കർത്തവ്യം അങ്ങ് നിർവഹിച്ച അവസരത്തിൽ ഞാനത് തീർച്ചയായിട്ടും ഓർക്കുകയാണ്. ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ജൂൺ മാസം 29-ാം തീയതിയാണ്. ഇനി പറയുന്നതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും. കാരണം ഇവിടെ പറഞ്ഞു, ഞാനൊരു 0 മലബാറുകാരനാണ്. ഞാൻ പഠിച്ച ആ വേദപാഠത്തിൻ്റെ ഭാഷകളും രീതികളുമൊക്കെ മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പത്രോസിൻ്റെ അതുപോലെ പൗലോസിൻ്റെ ദിവസമാണ്. പത്രോസ്
എന്ന് പറയുന്നത് അത് നിഷ്കളങ്കമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സ്നേഹത്തിൻ്റെ മുക്കുവനാണ്. അതിൻ്റെ അകത്തെല്ലാമുണ്ട്. ആ സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ തീക്ഷ്ണമായ ആ സ്നേഹത്തിൻ്റെ എല്ലാമുണ്ട് പത്രോസിൽ. അതുകൊണ്ടാണ് ആൻഡ്രോസ് ആണല്ലോ ആദ്യം വന്നത്. സഹോദരൻ ക്ലിമീസ് പിതാവെ തിരുത്തണമെല്ലാം തെറ്റുണ്ടെങ്കിൽ ആദ്യത്തെ ശിഷ്യനെന്ന് പറയുന്നത് അന്ത്രയോസാണ്, ആൻഡ്രോസ്. പക്ഷേ ആന്ത്രയോസ് കൊണ്ടുപോയി പത്രോസിനെ പരിചയപ്പെടുത്തിയ അവസരത്തിൽ ക്രിസ്തു പറഞ്ഞു, നീയാണ് പാറ, ആ പാറയിൽ ഞാൻ ദേവാലയം പണിയും, സഭ പണിയും എന്ന് ക്രിസ്തു പറഞ്ഞു. ആ പാറയിലാണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അന്ത്യോക്യയിലെ ആദ്യത്തെ പാത്രിയർക്കീസ്, റോമിലെ ആദ്യത്തെ പാത്രിയർക്കീസും അതുപോലെ തന്നെ പോപ്പുമായിട്ടുള്ള പത്രോസിൻ്റെ ദിവസം നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ എല്ലാം പൂർവ്വ പിതാവ് ആദ്യത്തെ പോപ്പ്, അദ്ദേഹത്തെ നമുക്ക് നമിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ ദൈവശാസ്ത്രജ്ഞൻ പൗലോസ്ലിയ, സൗളേ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? എല്ലാ ദിവസവും പല പിഴുക്കിമാറി ഞാൻ വേദപാഠ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്, പള്ളിയിൽ കേട്ടിട്ടുള്ളതാണ്. ആരായിരുന്നു? സാവൂള പരീശനായിരുന്നു, വരേണ്യ കുലത്തിൽ പിറന്നവനായിരുന്നു, ക്രിസ്തുവിനെ എതിർത്തിരുന്നയാളാണ്. ഒരിക്കലും അദ്ദേഹം ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടില്ല. സ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവിടെ സാവൂൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പോയത് ഡമാസ്കസിലേക്കാണ്, അനന്യാസിൻ്റെ അടുത്തേക്കാണ്. അല്ലേ പിതാവേ? അനന്യാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, സാവൂളേ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അന്ധനായി ആ പ്രകാശത്തിൽ അവിടെ നിന്ന് അനന്യാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അതാണ് വിരോധാഭാസം. അനന്യാസ് സുഖപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് സഭയുടെ ചട്ടക്കൂടുകൾ ഉണ്ടാകുന്നത്, സഭയുടെ നിയമമുണ്ടാകുന്നത്. 13 ലേഖനങ്ങൾ നമ്മളിരുന്ന് പഠിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ആദ്യത്തെ ആ ദൈവശാസ്ത്രജ്ഞൻ, ആ നമുക്ക് വഴികാട്ടിയായ പൗലോസ്, സാൻ പോള് അങ്ങനെ നമുക്ക് വഴികാട്ടുകയാണ്. ആ വിശുദ്ധമായിട്ടുള്ള ദിവസത്തിൽ 2 ശിഷ്യന്മാർ ഇവിടെയുണ്ട്. ഞാൻ പറയുന്നു, ഒരാള് കർത്തവ്യം പൂർത്തിയാക്കി നിർവൃതിയോടുകൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പോകുന്നു. മറ്റൊരു ശിഷ്യൻ അതായിരിക്കുന്നു, ആ കർത്തവ്യം ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം 2 പേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം യോഗ്യനല്ല എങ്കിലും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.